ഹലോ വെൽക്കം ടു ദാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് കാണിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഷവർമ വെച്ചിട്ടാണ് ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത്. 5 മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വേവിച്ച ചിക്കനാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊരു 100 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ്. എന്നിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പിച്ചിയെടുത്തതാണ്. മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടില്ല. കുറച്ച് വലിയ പീസായിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു ബൗളിൽ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഷവർമക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു അരക്കപ്പോളം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിപ്പം കുറച്ച് ചേർത്താൽ മതി, ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. കാരണം ഇതിൽ നമ്മൾ മയോണൈസ് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുക. മയോണൈസ് നല്ല കട്ടിയുള്ള മയോണൈസ് ചേർക്കാൻ ശ്രദ്ധിക്കണം. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് ലൂസായി പോകും. മയോണൈസ് ഉണ്ടാക്കുന്നത് പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലും കൂടി കാണിച്ചിട്ട് വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അവസാനം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ ആ ഒരു ഉണ്ണിയപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ഇത് ആ പഴയ ഉണ്ണിയപ്പമല്ല, ഇത് പുതിയ മോഡൽ ഉണ്ണിയപ്പം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയെടുക്കാം. ചട്ടിയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പം കുറച്ച് ഓയിൽ എല്ലാ കുഴികളിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പകുതിയോളം ഓയിൽ നിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അപ്പോൾ ചൂടൊന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബാറ്റർ ഓരോ കുഴിയിലും ഒരു 1/4 ഭാഗത്തോളാക്കിയിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് പച്ചക്കറി ആയാലും പിന്നെ ചിക്കൻ ആയാലും എല്ലയിലും ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതി. ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പതുക്കെ നോക്കിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കുഴീൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ വെക്കാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളത് എടുത്തു പോകുമ്പം ഷേപ്പ് ഇല്ലെങ്കിൽ അത് ചുരുണ്ട് പോകും. ഈ ഒരു ഷേപ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ അത്രയേ വേണ്ടൂ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഈ ഒരു കുഴിയിൽ നിന്ന് മാറ്റാം. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ണിയപ്പത്തിന് കാരപ്പം എന്നും പറയാറുണ്ട്. ഈ ഒരു ചട്ടിക്ക് കാരച്ചട്ടി എന്നാണ് പറയാം. അപ്പോൾ ഇതിലുണ്ടാക്കുന്ന അപ്പത്തിന് കാരപ്പം എന്നും പറയും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഷവർമ കാരപ്പം എന്നും പറയാം. പിന്നെ ഈ ഒരു സമയത്ത് ചിക്കൻ യൂസ് ചെയ്യുമ്പം ഒരുപാട് കമൻസ് കിട്ടാറുണ്ട്. നന്നായിട്ട് മഞ്ഞളിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ വെച്ചിട്ടുള്ള കാരപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാം. നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്